എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തുടർച്ചയായ 3 ടേംസിന്റെ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്തു. ആവറേജ് ഓഫ് 3 ടേംസ് എന്ന് പറഞ്ഞ മിഡിൽ ടേം ആണ്. അതുപോലെ ആവറേജ് ഓഫ് എൻഡ് ടേംസ് എന്ന് പറയുന്നതും മിഡിൽ ടേം ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇഫ് ദി നമ്പർ ഓഫ് ടേംസ് ഓഡ് സം ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം or sum of terms by number of terms gives middle term. അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അരിതമാറ്റിക് സീക്വൻസിന്റെ വേറെ ചില പ്രത്യേകതകൾ, ടേംസിന്റെ സമ്മിന്റെ മറ്റ് ചില പ്രത്യേകതകളാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ ദി അരിതമാറ്റിക് സീക്വൻസ് നോക്കിക്കോളൂ. 2, 7, 12, 17, 22. അതായത് കണ്ടില്ലേ, ഒന്നാമത്തെ പദം 2, 2, 5, 7, 7, 5, 12, 12, 5, 17, 17, 5, 22, 5 വീതം കൂട്ടി പോകുന്ന ഒരു സീക്വൻസ് ആണ്. കൺസിഡർ 1 ടേം, സപ്പോസ് 22, നടുക്കുള്ള ടേം തന്നെ ഏതെങ്കിലും ഒരു ടേം. ഇനി ഈ 22 നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ടേംസ് എടുക്കാം. 17 + 27. 17 + 27 എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? 44. അടുത്ത 12 + 32, അതും 44 ആണ്. 7 + 37, അതും 44 ആണ്. 2 + 42, അതും 44 ആണ്. അതായത് നമ്മൾ എടുത്ത ടേമിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ടേംസ് ആണ് സമ്മാണ് എടുത്തത്. അതെല്ലാം 44, അതെല്ലാം ട്വൈസ് ഓഫ് 22 ആണെന്ന് കാണാൻ കണ്ടില്ലേ. അതായത് ഒരു ടേമിൽ നിന്ന്, ഏത് ടേം എടുത്താലും ആ ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ടേംസുകളുടെ സമ്മ് ആ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. അത് ഈക്വൽ ആയിരിക്കും. അതായത് 17 + 27 ചെയ്യുന്ന ഒരു ടേം ഇപ്പുറമുള്ള ടേംസുകളുടെ സം 2 ടേം ഇപ്പുറമുള്ള ടേംസുകളുടെ സം. അതായത് ആ നമ്മൾ കൺസിഡർ ചെയ്ത ടേമിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ടേംസുകളുടെ ഒക്കെ സമ്മ് ഈക്വൽ ആയിരിക്കും. അത് ആ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. നടുക്കുള്ള ടേമിന്റെ, നമ്മളെടുത്ത ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ സം ഓഫ് ടേംസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എ ടേം ആർ ഈക്വൽ ആൻഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മിഡിൽ ടേം. നമ്മൾ എടുത്ത ടേം, ആ എടുത്ത ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ആ ഏത് ടേമിൽ നിന്ന് തുല്യകലത്തിലുള്ള ടേംസ് എടുത്താലും ആ തുല്യകലത്തിലുള്ള ടേംസുകളുടെ സം ഈക്വൽ ആയിരിക്കും. അത് ആ ടേമിന്റെ, അതായത് നമ്മൾ എടുത്ത ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ആ ഒരു പ്രത്യേകത അത് ഏത് അരിതമാറ്റിക് സീക്വൻസും നിങ്ങൾ ഇതുപോലെ എടുത്ത് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഒരു ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന ടേമുകളുടെ സം ആ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ഈക്വൽ ആയിരിക്കും, കൂടാതെ അത് ഈക്വൽ ആയിരിക്കും. കൺസിഡർ അനദർ സീക്വൻസ്, അരിതമാറ്റിക് സീക്വൻസ് 1, 4, 7, 10, 13. വേറെ ഒരു അരിതമാറ്റിക് സീക്വൻസ് 3 കോമൺ ഡിഫറൻസ് ഉള്ളതാണ്. 1, 3, 4, 4, 3, 7, 7, 3, 10, 3 വീതം കൂട്ടി പോകുന്ന മറ്റൊരു അരിതമാറ്റിക് സീക്വൻസ്. ഇനി ഇതിന്റെ ടേംസിനെ ഞാൻ x1, x2, x3, x4, x5, x6, x7, x8, x9. അതായത് x1 എന്ന് പറഞ്ഞാൽ 1, x2 എന്ന് പറഞ്ഞാൽ 4, x3 എന്ന് പറഞ്ഞാൽ 7, x4 എന്ന് പറഞ്ഞാൽ 10, x5 എന്ന് പറഞ്ഞാൽ 13, x6 എന്ന് പറഞ്ഞാൽ 16. അങ്ങനെ ഓരോ ടേമിനെ ഞാൻ നമ്പർ കൊടുത്തു. ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം എന്നുള്ള രീതിയിൽ. ഓക്കെ. ഇനി സം ഓഫ് ടേംസും സം ഓഫ് പൊസിഷൻസും നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുക. നോക്കിക്കോളൂ. x2 + x5. x2 എന്ന് പറഞ്ഞാൽ ഏതാന്ന് നോക്കി, 4 ആണ്. x5 എന്ന് പറയുന്നത് 13 ആണ്. 5th ടേം 13ഉം 2nd ടേം 4ഉം. അപ്പോൾ അതിന്റെ സമ്മൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുക. x2 + x5 എന്ന് പറഞ്ഞാൽ 4 + 13. 4ഉം 13ഉം കൂടി ആഡ് ചെയ്യുന്നതാണ്. അത് 17 കിട്ടി. അതുപോലെ x3 + x4. x3 + x4 എന്ന് പറയുമ്പോൾ 7 + 10, അതും 17 ആണ്. x1 + x6 എന്ന് പറയുമ്പോഴോ x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, x6 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 + 1 17. അപ്പോൾ അവിടെ നോക്കിക്കേ, സം ഓഫ് ടേംസ് എല്ലാം ഈക്വൽ വന്നിട്ടുണ്ട്. സം ഓഫ് പൊസിഷൻസ് നോക്കിയതിന് ഇത് ഫസ്റ്റ് സെക്കൻഡ് ടേം, ഇത് 5th ടേം. അപ്പോൾ 2 + 5 7, 3 + 4 7, 1 + 6 7. അതായത് സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണ്. അപ്പോൾ സം ഓഫ് ടേംസും ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നു. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിൽ തന്നെ x5 + x6. x5 എന്ന് പറഞ്ഞാൽ ഏതാന്ന് നോക്കി, 13. x6 എന്ന് പറയുന്നതോ 16. അപ്പോൾ 16ഉം 13ഉം കൂടി ആഡ് ചെയ്ത് എഴുതുക, 29 എന്ന് കിട്ടും. അതുപോലെ x4 + x7. x4 എന്ന് പറഞ്ഞാൽ 10 ആണ്, x7 എന്ന് പറഞ്ഞാൽ 19 ആണ്. അപ്പോൾ 10 + 19, അതും 29 കിട്ടി. അതുപോലെ അടുത്തത് x3 + x8. x3 എന്ന് പറഞ്ഞാൽ 7 ആണ്, x8 എന്ന് പറയുന്നത് 22 ആണ്. 22 + 7 29. അതുപോലെ x1 + x10. x1 എന്ന് പറഞ്ഞിട്ട് 1 ആണ്,
x10 എന്ന് പറയുന്നത് 28 ആണ്. 28 പ്ലസ് 1 29. അതായത് കുറച്ച് ടേംസിന്റെ സം എഴുതിയിട്ടുണ്ട്, അതെല്ലാം ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ സം ഓഫ് പൊസിഷൻ നോക്കിയേ. 5 പ്ലസ് 6 കണ്ടോ 11, 4 പ്ലസ് 7 11, 3 പ്ലസ് 8 11, 2 പ്ലസ് 9 11, 1 പ്ലസ് 10 11. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ സം ഓഫ് ടേംസും ഈക്വൽ ആയിരിക്കും. ഇവിടെ കണ്ടോ സം ഓഫ് ടേംസ് പൊസിഷൻസ് ഈക്വൽ ആയിരുന്നു, അപ്പോൾ സം ഓഫ് ടേംസും ഈക്വൽ ആയി. ഇവിടെ സം ഓഫ് പൊസിഷൻസ് ഈക്വൽ, അതായത് ആ ടേമിന്റെ പൊസിഷൻ എത്രാമത്തെ, 5-ാമത്തെ 6-ാമത്തെ എന്നൊക്കെ പറയുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനുകളുടെ സം ഈക്വൽ ആണെങ്കിൽ സം ഓഫ് ടേംസും ഈക്വൽ ആയിരിക്കും. അതാണ് ഈ സം ഓഫ് പൊസിഷൻസ് ആർ ഈക്വൽ, സം ഓഫ് ടേംസ് ആർ ഓൾസോ ഈക്വൽ. പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയിലേക്ക്. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ മറ്റ് ചില പ്രത്യേകതയാണ് കണ്ടുപിടിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടർച്ചയായ ടേംസിന്റെ സമ്മും മിഡ് ടേമും തമ്മിലുള്ള പ്രത്യേകത കണ്ടുപിടിച്ചത്. ഇവിടെ സം ഓഫ് ടു ടേംസും അതിൻ്റെ സം ഓഫ് പൊസിഷൻസും ഈക്വൽ ആവുന്ന രീതിയിൽ എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ സമ്മും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ടെക്സ്റ്റ് പ്രോബ്ലം ആണ്. ദി ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 8. ഫൈൻഡ് ദി സം ഓഫ് പെയർസ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഓരോ പെയർ സമ്മും കണ്ടുപിടിക്കാൻ. ഒന്നാമത്തെ തേർഡ് ആൻഡ് ഫിഫ്ത്ത്. ഇവിടെ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 8. ഫൈൻഡ് ദി സം ഓഫ് പെയർസ് ഓഫ്. ഫോർത്ത് ടേം അറിയാം, അപ്പോൾ ഫിഫ്ത്ത് ടേമും തേർഡ് ടേമും. അപ്പോൾ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമിൻ്റെയും കൂടി സം എന്ന് പറയുന്നത് ഫോർത്ത് ടേം അതിൻ്റെ നടുക്കായിട്ട് വരില്ലേ, അപ്പോൾ ഫോർത്ത് ടേമിൻ്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ കേട്ടോ x1 x2 x3 x4 x5 x6 x7 എടുത്ത് x4 മിഡിൽ ടേമാണ്. അപ്പോൾ ഇവിടെ ഫോർത്ത് ടേം തന്നിട്ടുണ്ട് 8 ആണ്, x4 8 ആണ്. ആദ്യം ചോദിച്ചിരിക്കുന്നത് തേർഡും ഫിഫ്ത്തും കേട്ടോ ഇതിൽ നിന്ന് ഒരേ അകലത്തിൽ വരുന്ന ടേംസ് ആണ്. അപ്പോൾ x3 പ്ലസ് x5 എന്നുള്ളത് x4ന്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ 8ന്റെ ടോയ്സ്, അതായത് x4 ഈസ് ഈക്വൽ ടു 8 ആണ്. അതുകൊണ്ട് x3 പ്ലസ് x5 എന്ന് പറയുന്നത് 2 × 8 16. പറഞ്ഞാൽ മനസ്സിലായോ? 2 × 8 16 ആണ് x3 പ്ലസ് x5. അതായത് കാരണം ഈ ടേമിന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ടേംസ് ആണ്. അടുത്തത് ഏതാ ചോദിച്ചിരിക്കുന്നത്? തേർഡ് ആൻഡ് ഫിഫ്ത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആൻഡ് സിക്സ്ത്. സെക്കൻഡും സിക്സ്തും കണ്ടോ ഇതിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ടേംസ് ആണ്. അപ്പോൾ 2 പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ ചോയ്സ് ഓഫ് ഫോർത്ത് ടേം ആയിരിക്കും. അപ്പോൾ x2 പ്ലസ് x6ഉം എന്ത് തന്നെ 2 × 8 16 ആണ്. കാരണം ഒരേ ഡിസ്റ്റൻസിൽ ഒരു ടേമിൻ്റെ ഒരേ ഡിസ്റ്റൻസിൽ വരുന്ന ടേമുകളുടെ സമ്മ ആ ടേമിൻ്റെ ചോയ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ടേബിളിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, സി പാർട്ട് x1 ആൻഡ് x7. 1 ആൻഡ് ഫസ്റ്റ് ആൻഡ് സെവൻത് x1ഉം x7ഉം കണ്ടോ ഒരേ അകലത്തിലാണ്. ഇവിടുന്ന് നാലാമത്തെ ടൈം, ഇവിടുന്ന് നാലാമത്തെ ടൈം. അപ്പോൾ 1 പ്ലസ് x1 പ്ലസ് x7 എന്ന് പറയുന്നത് 2 × 4 ആണ്. 2 × x4 ആണ്. 2 × x4 എന്ന് പറഞ്ഞാൽ 2 × 8 that is 16. അപ്പോൾ പറഞ്ഞ ക്ലിയർ ആയോ? ഒരു ടേമിൽ നിന്ന് ഒരേ അകലത്തിൽ വരുന്ന ടേമുകളുടെ സം ആ ടേമിൻ്റെ ടോയ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ടേബിളിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സം ഓഫ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ്? താഴെ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെയുള്ളതാണ്. തേർഡും ഫോർത്തും ഫിഫ്ത്തും കൂടി ആഡ് ചെയ്ത് എത്രയാണ്? തേർഡ് ഫോർത്ത് ഫിഫ്ത്ത്. ഫോർത്ത് ടേം നമുക്കറിയാം, അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം അല്ലേ ഇത്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് ഇതിൻ്റെ 3 ടൈംസ് ആയിരിക്കും. കാരണം ആവറേജ് ഓഫ് 3 ടൈംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ടേംസ് എടുത്താൽ ആവറേജ് ഓഫ് 3 ടേംസ് ആണ് മിഡിൽ ടേം. അപ്പോൾ മിഡിൽ ടേം 8 ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ 3ന്റെ സം x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറയുന്നത് 3 × 8 24. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ x3 പ്ലസ് x4 പ്ലസ് x5 എത്ര? തേർഡ് ടേമും ഫോർത്ത് ടേം ഫിഫ്ത്ത് ടേമും കൂടി ആഡ് ചെയ്താൽ എത്രയാണെന്നാണ് ചോദ്യം. തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ തേർഡ് പ്ലസ് ഫിഫ്ത്ത് 16 എഴുതിയിട്ടുണ്ട്. അതിലൂടെ 8 കൂടി ആഡ് ചെയ്താൽ മതി. മിഡിൽ ടേം ഇത് 8 ആണെന്നറിയാം, ഇതിൻ്റെ സം 16 ആണെന്നറിയാം. അപ്പോൾ 16 പ്ലസ് 8 24 അങ്ങനെ എഴുതാം. മറ്റൊരു രീതിയിലും ചെയ്യാം. x3 പ്ലസ് x4 പ്ലസ് x5 എന്ന് പറഞ്ഞാൽ 3 × 8 ആണ്. കാരണം 3 ടേമിൻ്റെ ആവറേജ് ആണ് മിഡിൽ ടേം ആയിട്ട് വരിക. അപ്പോൾ 3 × 8 24 അങ്ങനെ എടുത്താലും ശരിയാണ്. ഫൈൻഡ് ദി സം ഓഫ് സെക്കൻഡ് ടു സിക്സ്ത്. രണ്ടാമത്തെ ടേം മുതൽ ആറാമത്തെ ടേം വരെ, 2 മുതൽ 6 വരെയുള്ള ടേമുകളുടെ സം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ 2 മുതൽ 6 വരെയുള്ള ടേമുകളുടെ സമ്മ് ഇവിടെ അതുപോലെ തന്നെയാണ്. എന്താണ്? ഫോർത്ത് ടേം 8 ആണ്, ഇതിന്റെ രണ്ടിന്റെ സം 16 ആണ്, ഇതിന്റെ രണ്ടിന്റെയും സമ്മും 16 ആണ്. ഇപ്പോൾ 16 + 16 + 8 എന്ന് എടുക്കാം. അല്ലെങ്കിൽ 5 ഇൻറ്റു മിഡ് ടേം എന്ന് കൊടുക്കുക. 2 രീതിയിൽ എടുക്കാം. കാരണം 5 ടേംസിന്റെ ആവറേജ് ആണ് മിഡ് ടേം. അപ്പോൾ മിഡ് ടേം ഇൻറ്റു 5 ആണ് സം ഓഫ് ദിസ് 5 ടേംസ്. തുടർച്ചയായ 5 ടേമിന്റെ സം നടുക്കുള്ള ടേമിന്റെ 5 മടങ്ങാണ് 5 ടേം. 5 ഇൻറ്റു 8 40 എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇൻറ്റു 8 40. അല്ലെങ്കിൽ ചെയ്യേണ്ട രീതി ഇതാണ് പറഞ്ഞത്. x3 x5 കൂടി കൂട്ടിയാൽ 16 ആണെന്നറിയാം. x2ഉം x6ഉം കൂടി കൂട്ടിയാലും 16 തന്നെയാണ്, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 16ഉം 16ഉം 32, പിന്നെ നടുക്കുള്ള 8 കൂടി കൂട്ടി 40 അങ്ങനെ എഴുതിയാലും ശരിയാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? 5 ടൈംസ് ദി മിഡിൽ ടേം. സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. 5 ഇൻറ്റു 8 ഇതാണ് എളുപ്പം. 40. ഓക്കെ. വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്? ഇതിന്റെ തന്നെ ഫസ്റ്റ് 7 ടേംസിന്റെ സം എത്രയാണ്? ഫസ്റ്റ് 7 ടേംസിന്റെ സം എന്ന് പറയുമ്പോൾ ഈ 7 മൊത്തം വരും 1 2 3. അപ്പോൾ 7 ഇൻറ്റു 8 അല്ലേ? മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 8 ആണ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ 7 ഇൻറ്റു 8 ദാറ്റ് ഈസ് 56. അപ്പോൾ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു 8 ആയതുകൊണ്ട് 7 ടേംസിന്റെ സം 7 ഇൻറ്റു 8, 5 ടേംസിന്റെ സം 5 ഇൻറ്റു 8, 3 ടേംസിന്റെ സം 3 ഇൻറ്റു 8. അങ്ങനെ 3 ടേംസിന്റെ സം 3 ഇൻറ്റു 8. അങ്ങനെ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ഈസ് ദി സം ഓഫ് ടേംസ്. അങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലാതെ പെയർ വൈസ് എടുത്തും കണ്ടുപിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 7 8 56. ക്ലിയർ ആയ പറഞ്ഞത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദി കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2 ആൻഡ് സം ഓഫ് 9th 10th ആൻഡ് 11th ടേംസ് ഈസ് 90. അതായത് കോമൺ ഡിഫറൻസ് 2 ആണെന്നറിയാം. ആൻഡ് 9th ടേമും 10th ടേമും 11th ടേമും കൂടി ആഡ് ചെയ്താൽ 90 ആണ്. ഫൈൻഡ് ദി ഫസ്റ്റ് 3 ടേംസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ x9 + x10 + x11 90 ആണ്. അപ്പോ x9 + x10 + x11 90 ആണെങ്കിൽ x10 എന്ന് പറയുന്നത് ഇത് 3ന്റെയും കൂടി സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 90 ആണ് x9 + x. തുടർച്ചയായ 3 ടേമിന്റെ സം 90 ആണെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നടുക്കുള്ള ടേമാണ്. അപ്പോൾ 10ാമത്തെ ടേം 30 കിട്ടും. ക്ലിയർ ആയ പറഞ്ഞത്? തുടർച്ചയായ 3 ടേമിന്റെ സം 90. അപ്പോൾ നടുക്കുള്ള ടേമായ 10ാമത്തെ ടേം 90/3 30 എന്ന് കിട്ടും. 30 ഈസ് ദി മിഡിൽ ടേം. ദാറ്റ് ഈസ് x10 ഈസ് 30. അപ്പോൾ 10ാമത്തെ ടേം 30 ആണ്. ഫസ്റ്റ് ടേം ഇട്ട് വരാലോ. നീ കോമൺ ഡിഫറൻസ് 2 ആണെന്നറിയാം അല്ലേ? കോമൺ ഡിഫറൻസ് 2 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ടേം ഏതായിരിക്കാം? x1 എന്ന് പറയുന്നത് 10ാമത്തെ ടേമിൽ നിന്ന് 9 ടേം പുറകോട്ട് വരണം. അപ്പോൾ 9 കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. മുമ്പോട്ടാണെങ്കിൽ 9 കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ 9 ടൈംസ് സബ്ട്രാക്ട് ചെയ്ത ഏത് 10th ടേമിൽ നിന്ന്. അതിന്റെ 10th ടേം നമുക്കറിയാം 30. അപ്പോൾ 30ൽ നിന്ന് 9 ടൈംസ് 2 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 9 2 18 കുറയ്ക്കണം. അപ്പോൾ 30ൽ നിന്ന് 18 കുറച്ചാൽ 12 ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 12 12 2 14 14 2 16. അപ്പോൾ ദി ടേംസ് ആർ 12 14 16 എക്സെട്ര. അപ്പോൾ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ ഒരു ടേമും കോമൺ ഡിഫറൻസും കിട്ടിയാൽ നമുക്ക് ഏത് ടേമും കണ്ടുപിടിക്കാം. അപ്പോൾ 10ാമത്തെ ടേം നമുക്ക് കിട്ടി. 10ാമത്തെ ടേമിൽ നിന്ന് 9 ടേം പുറകോട്ട് വരുമ്പോഴാണ് 1ാമത്തെ ടേം. അപ്പോൾ അതുകൊണ്ടാണ് 9 × 2 18 കുറച്ചത്. കോമൺ ഡിഫറൻസ് 9 പ്രാവശ്യം കുറച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ കിട്ടും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിയാൽ ടേംസ് പിന്നെ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ടേംസിന്റെ പൊസിഷന്റെ സമ്സ് ഈക്വൽ ആണെങ്കിൽ ടേംസിന്റെ സം ഈക്വൽ ആയിരിക്കും. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. അതുപോലെ പെയർ വൈസ് എടുക്കുമ്പോൾ ഒരു ടേമിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള ടേമുകളുടെ സം എപ്പോഴും ഈക്വൽ ആയിട്ട് വരും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം ഓർത്തിരിക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.